പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. പിശാച് ബാധിതനായ ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഈശോയോടുകൂടെ പോകുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈശോ അവനോട് പറയുന്നത്, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി കർത്താവ് നിനക്കായി ചെയ്ത കാര്യങ്ങൾ അറിയിക്കുവാനും അവിടുത്തെ കാരുണ്യം പ്രഘോഷിക്കുവാനുമാണ്. കാരണം ഈശോ താൻ വീണ്ടെടുത്തവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ ജീവിത സാക്ഷ്യമാണ്. കർത്താവിൽ നിന്നും സ്വീകരിച്ച സൗഖ്യത്തെയും കരുണയെയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ ആണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക. ഇന്ന് സാക്ഷ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ സാക്ഷ്യ ജീവിതങ്ങൾ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുസഭയിലെ ഏറ്റവും നല്ല ഒരു സാക്ഷ്യ ജീവിതത്തിന് ഉടമയായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എല്ലാ കാര്യത്തിലും അശുദ്ധനായിരുന്നു. എന്നാൽ അശുദ്ധനായ എന്നിലൂടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിച്ചെങ്കിൽ നിങ്ങളിലൂടെയും കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇന്ന് ഈശോ നമ്മളെയും ഈ സാക്ഷ്യ ജീവിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. കാരണം നമ്മുടെ കുറവുകളെക്കാളും വലുതാണ് കർത്താവിന് നമ്മോടുള്ള സ്നേഹവും കരുണയും. ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മളെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.